ഈ വർത്തമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ അതിർത്തിയിൽ ആക്രമണം ശക്തമാകുന്നു. ഇരു രാജ്യങ്ങളും ഇന്നലെ രാത്രി ആരംഭിച്ച വ്യോമാക്രമണം ഷെല്ലിങ്ങും പുലർച്ചെയും തുടർന്നു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെയാണ് അതിർത്തിയിൽ ആക്രമണം ശക്തമാകുന്നത്. പാക് പ്രകോപനം തുടരുകയാണ്. കനത്ത ജാഗ്രതയാണ്, കനത്ത സുരക്ഷയിലാണ്. പ്രത്യാക്രമണവുമായി ഇന്ത്യ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വ്യോമാക്രമണം ആരംഭിച്ചത്. ഷെല്ലിങ്ങും അതുപോലെ തന്നെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യോമാക്രമണം ആരംഭിച്ചത്. അതിന് തിരിച്ചടിയായി ആദ്യ മണിക്കൂറുകളിൽ ഇന്ത്യ പ്രകോപനങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നുവെങ്കിലും പിന്നീട് രാത്രിയോടുകൂടി ഇന്ത്യയും തിരിച്ചടിക്കുകയായിരുന്നു. എന്തായാലും രാത്രി വലിയ രീതിയിലുള്ള ഒരു ആകാശ യുദ്ധം തന്നെയാണ് അതിർത്തി പ്രദേശത്തും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും അതിർത്തി ഗ്രാമങ്ങളിലും എല്ലാം തന്നെ നടന്നിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള S-400 അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ഈ പാകിസ്ഥാന്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ആരംഭിച്ച പാകിസ്ഥാന്റെ പ്രകോപനം പുലർച്ചെ വരെയും തുടർന്നിരുന്നു എന്ന് തന്നെയാണ് അതിർത്തി നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ചും പൂഞ്ച് രജൌരി മേഖലകളിൽ കനത്ത ഷെല്ലിംഗ് ആണ് പാകിസ്ഥാൻ നടത്തിയത്. പുലർച്ചെ 4 മണി വരെയും ഈ ഒരു ഷെല്ലിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെല്ലിങ്ങിനെ തുടർന്ന് പാക് അതിർത്തി പ്രദേശങ്ങളിലുള്ള നിരവധി ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ ജമ്മു മേഖലയിൽ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും തന്നെ ലൈറ്റുകളും മറ്റ് പ്രകാശ സ്രോതസ്സുകളും എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് വീടുകൾക്ക് അകത്തിരിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പൂഞ്ചിലും രജൌരിയിലും മാത്രമല്ല മറ്റ് നിരവധി അതിർത്തി ഗ്രാമങ്ങളിലും ഈ ഒരു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ പലയിടങ്ങളിലും ഈ ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. എന്തായാലും പാകിസ്ഥാൻ അവിടെ നിന്ന് തൊടുത്തുവിട്ട നിരവധി മിസൈലുകൾ ഇന്ത്യ നിർവീര്യമാക്കിയിട്ടുണ്ട്. പഞ്ചാബ് പ്രദേശത്തുള്ള കച്ചിൽ മാത്രം കുറഞ്ഞത് 3 ഡ്രോണുകളെങ്കിലും നിർവീര്യമാക്കി എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ, ബീഹാർ എന്നിങ്ങനെ അതിർത്തി സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രാജസ്ഥാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പഞ്ചാബും ഇന്നലെ ഉന്നതതല യോഗം രാത്രി തന്നെ അടിയന്തരമായി വിളിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ അതിർത്തി ഗ്രാമങ്ങളിൽ ഈ ഒരു സാധ്യത കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും ഇന്നലെ അടിയന്തരമായി ഉന്നതതല യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അമൃത്സറിൽ പ്രത്യേക ഒരു നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത്സറിൽ ഇന്നലെ നിരവധി തവണ സൈറൺ മുഴങ്ങിയതായി ആണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അമൃത്സറിലുള്ള ആളുകളോട് വീടിനുള്ളിൽ തന്നെ തുടരാനും ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സായുധ സേന അമൃത്സറിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നും തൽക്കാലം പരിഭ്രാന്തരാകേണ്ട ആവശ്യങ്ങളില്ല എന്നും അമൃത്സർ DPRO അറിയിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടനങ്ങളെ തുടർന്ന് അമൃത്സറിൽ സൈറൺ മുഴങ്ങുകയും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ ബ്ലാക്ക് ഔട്ടിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ അമൃത്സറിലുള്ളവരോട് വീടുകളിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിർത്തികളിൽ നിന്ന് വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിൽ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ സൈന്യം വധിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ സാംബ ജില്ലയിലെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയതായി BSF പരാജയപ്പെടുത്തിയതായി വാർത്ത വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് ശ്രമിച്ച ഭീകരരെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ അതിർത്തി സുരക്ഷാ സേന വധിച്ചതായി ഔദ്യോഗിക ട്വിറ്റർ X ഹാൻഡിലിലൂടെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. 11 മണിക്ക് ആരംഭിച്ച ഏറ്റുമുട്ടലിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ വധിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജയ്സാൽമീർ അടക്കമുള്ള നിരവധി സൈനിക ആസ്ഥാനങ്ങളെ
പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പഠാൻകോട്ട്, ജയ്സാൽമീർ, അതുപോലെ തന്നെ ഭട്ടിൻഡ തുടങ്ങി നിരവധിയായിട്ടുള്ള സൈനിക ആസ്ഥാനങ്ങളെയാണ് ഇന്നലെ ഒറ്റ ദിവസം രാത്രി പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. എന്നാൽ ഈ സൈനിക കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു എന്നുള്ള ആ ഒരു ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രകോപനം നടത്തുകയാണെന്നും നുണകൾ പ്രചരിപ്പിക്കുകയാണ് എന്നുമാണ് പാകിസ്ഥാൻ്റെ ഈ ഒരു വാദം. ജമ്മു, പത്താൻകോട്ട്, ഉദ്ധംപൂർ, അതുപോലെ തന്നെ നൌഷേര തുടങ്ങിയ ഇടങ്ങളിൽ, ജയ്സാൽമീർ തുടങ്ങിയ ഇടങ്ങളിലെ സൈനിക താവളങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. എന്നാൽ അവിടെയെല്ലാം ഉണ്ടായ ഈ ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നൌഷേരയിലും ഭട്ടിൻഡയിലും പാക് ഡ്രോണുകൾ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായിട്ടും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അതുപോലെ തന്നെ INS വിക്രാന്ത് അടക്കമുള്ള കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചുകൊണ്ട് നാവിക സേനയും കൃത്യമായ ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. കറാച്ചി തുറമുഖത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അറബിക്കടലിലെ നാവിക വിന്യാസം എന്ന് തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്നാണ് കറാച്ചി തുറമുഖം. ഏറ്റവും വലിയ ചരക്ക് നീക്കം നടക്കുന്ന ഒരു തുറമുഖം കൂടിയാണ്. ആ തുറമുഖത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു യുദ്ധം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പോർമുഖം തുറക്കാൻ സാധ്യതയുള്ള ഇടം കൂടിയാണ് ഈ കറാച്ചി തുറമുഖം. അതുകൊണ്ട് തന്നെ കറാച്ചി തുറമുഖത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അറബിക്കടലിലെ നാവികസേനയുടെ വിന്യാസം എന്നാണ് കരുതുന്നത്. INS വിക്രാന്തും INS വിശാഖപട്ടണവും അടക്കമുള്ള കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ നാവികപ്പടയുടെ അല്ലെങ്കിൽ നാവിക വിന്യാസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരായ ആക്രമണത്തിനോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ പലയിടത്തും ഇന്ത്യ തിരിച്ചടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിൽ ഇന്നലെ രാത്രി മുഴുവനും പലയിടത്തും വലിയ രീതിയിൽ സ്ഫോടന ശബ്ദം കേട്ടിരുന്നതായും അപായ സൈറണുകൾ മുഴങ്ങിയതായും പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്, അതുപോലെ തന്നെ ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ മൂന്നിടങ്ങളിലും ഇന്ത്യ ഡ്രോൺ അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കറാച്ചി തുറമുഖത്ത് നിന്ന് വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായും കറാച്ചി തുറമുഖത്ത് തീ പടരുന്നതിൻ്റെ അല്ലെങ്കിൽ കറാച്ചി തുറമുഖത്ത് തീപിടുത്തത്തിൻ്റെയും ദൃശ്യങ്ങളടക്കം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. INS വിക്രാന്തിൽ നിന്നുള്ള ആക്രമണത്തിൻ്റെ ഫലമായാണ് കറാച്ചി തുറമുഖത്തിലെ ഈ തീപിടുത്തം അല്ലെങ്കിൽ കറാച്ചി തുറമുഖത്ത് ഒരു സ്ഫോടനം ഉണ്ടായത് എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ ഔദ്യോഗികമായി ഇന്ത്യൻ സൈന്യമോ ഇന്ത്യൻ നേവിയോ ഇന്ത്യൻ നാവികസേനയോ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ പോലും INS വിക്രാന്ത് അടക്കമുള്ള യുദ്ധവാഹിനി കപ്പലുകൾ കറാച്ചി തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തിയതായും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. എന്തു തന്നെയായാലും ഇപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ ഔദ്യോഗിക സ്ഥിരീകരണം വരാത്ത ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും എല്ലാം വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു വിശദീകരണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് 10 മണിക്ക് വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി യോഗം ചേർന്ന് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്, നിർണായകമായ യോഗങ്ങൾ നടക്കുകയാണ്. പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തുകയും കേന്ദ്രമന്ത്രി അമിത്ഷാ അതിർത്തി സംസ്ഥാനങ്ങളിലെ സേനകളുമായി അതുപോലെ തന്നെ അതിർത്തി രക്ഷാ സേനയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കരവ്യോമ നാവിക സേനകളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി ഈ കൂടിക്കാഴ്ചകളിൽ നിന്നെല്ലാമുള്ള തീരുമാനങ്ങൾ ഇന്ന് 10 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി വിശദീകരിക്കും. ശക്തമായ പ്രത്യാക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പുലർച്ചെ പ്രകോപനം തുടരുകയായിരുന്നു പാകിസ്ഥാന്. അതിർത്തിയിലെ പ്രകോപനങ്ങൾക്ക് ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. കനത്ത ജാഗ്രതയിലാണ്, കനത്ത സുരക്ഷയിലാണ് രാജ്യമുള്ളത്.
ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ അതിർത്തിയിൽ ആക്രമണം ശക്തമാകുന്നു. ഇരു രാജ്യങ്ങളും ഇന്നലെ രാത്രി ആരംഭിച്ച വ്യോമാക്രമണവും ഷെല്ലിങ്ങും പുലർച്ചെയും തുടർന്നു. അതിർത്തിയിലെ പ്രകോപനങ്ങൾക്ക് മറുപടി നൽകി ഇന്ത്യ. ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലും ഇന്ത്യ ആക്രമണം നടത്തിയതായി സൂചനയുണ്ട്. കറാച്ചി തുറമുഖത്ത് സ്ഫോടനം നടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അറബിക്കടലിൽ സൈനിക വിന്യാസം നടത്തി നാവികസേന. INS വിക്രാന്തും INS വിശാഖപട്ടണവുമാണ് ആക്രമണ സജ്ജമായിരിക്കുന്നത്. പുലർച്ചെയും പ്രകോപനം തുടർന്നിരിക്കുകയായിരുന്നു. ജമ്മുവിലെ സാംബ ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി അതിർത്തി രക്ഷാസേന. നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത് രാത്രി 11:30 BSFന്റെ ഔദ്യോഗിക സ്ഥിരീകരണമുള്ളത്. ജമ്മു, പത്താൻകോട്ട്, ഉധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായും സ്ഥിരീകരിക്കുന്നുണ്ട്. നൌഷേരയിലും ബറ്റിൻഡയിലും പാക് ഡ്രോണുകൾ നിർവീര്യമാക്കി. ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. 10 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. ഇനി എന്തായിരിക്കും തുടർ നടപടികൾ, എന്തായിരിക്കും ഇനിയുള്ള നീക്കം എന്നൊക്കെ അറിയാനുള്ള വാർത്താ സമ്മേളനമാണ്. അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പുലർച്ചെയും പ്രകോപനം തുടരുകയായിരുന്നു പാകിസ്ഥാൻ. പൂഞ്ചിലും രജൌരിയിലും രാത്രി ആരംഭിച്ച പാക് ഷെല്ലിംഗ് തുടരുന്നു. അതിർത്തി പ്രദേശങ്ങൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണം തടഞ്ഞ വ്യോമ പ്രതിരോധ സംവിധാനം. ജമ്മു മേഖലയിൽ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട്. രാജ്യം അതീവ സുരക്ഷയിലാണ്, അതീവ ജാഗ്രതയിലാണ് ഉള്ളത്. സുരക്ഷാ സേനയടക്കം രാത്രി മുഴുവൻ തുടരുന്ന സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് നിർണായക യോഗങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി കൂടിക്കാഴ്ച നടത്തി. കരവ്യോമ നാവിക സേനാ മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് 10 മണിക്ക് ചേരും. ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ നൽകിയ തിരിച്ചടിയുടെ വിശദാംശങ്ങളായിരിക്കും വിവരിക്കുക യോഗത്തിൽ പ്രധാനമായിട്ടും.